ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 2012 പുറത്തിറങ്ങിയ ദ ഹങ്കർ ഗെയിംസ് ഫ്രാഞ്ചൈസിലെ ആദ്യ ചിത്രമായ ദ ഹങ്കർ ഗെയിംസ് ആണ്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് എന്താണ് ഈ പറയുന്ന ഹങ്കർ ഗെയിംസ്, അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം കാരണം നമ്മുടെ ഭൂമി ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആവുകയാണ്. അതിൽ തന്നെ നോർത്ത് അമേരിക്കയിലെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമായിരുന്നു മനുഷ്യർക്ക് വാസയോഗ്യമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ ഒരു സ്ഥലത്തിന് അവർ പാനം എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു. വീണ്ടും അത് കുറച്ചും കൂടി ഡെവലപ്പ് ആയ സമയത്ത് അതിനെ 13 ഡിസ്ട്രിക്റ്റും ഒരു ക്യാപിറ്റൽ സിറ്റിയുമായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ തന്നെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 13 ഡിസ്ട്രിക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് സിറ്റി തന്നെയാണ്. പേര് പോലെ തന്നെ ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസും ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകളെല്ലാം താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നവരിൽ തന്നെ ഏറ്റവും കൂടുതൽ കാശുള്ളവർ ക്യാപിറ്റൽ സിറ്റിയിലുള്ളവരായിരുന്നു. ഇവിടെയുള്ള ആളുകളാണ് ഈ പറയുന്ന 13 ഡിസ്ട്രിക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് സെപ്പറേറ്റ് ജോലികൾ കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ കോള് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോരോ ജോലികൾ അവർ കൊടുക്കുന്നുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആൾ മറ്റൊരു ഡിസ്ട്രിക്റ്റുമായിട്ടുള്ള ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇവർക്ക് എന്തെങ്കിലും നിഷേധിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ചുരുക്കത്തിൽ പറയുമ്പോൾ ഈ ക്യാപിറ്റൽ സിറ്റി 13 ഡിസ്ട്രിക്റ്റിനെയും ഒരു അടിമയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പറഞ്ഞ 13 ഡിസ്ട്രിക്റ്റും ഒരുമിച്ച് ക്യാപിറ്റൽ സിറ്റിക്ക് എതിരെ പ്രതിഷേധം തുടങ്ങുന്നു. അതിൽ ക്യാപിറ്റൽ സിറ്റി ആവട്ടെ 12 ഡിസ്ട്രിക്റ്റിനെയും തോൽപ്പിക്കുകയായിരുന്നു. 13ാമത്തെ ഡിസ്ട്രിക്റ്റിനെ അങ്ങ് അടിച്ചമർത്തി അങ്ങ് ഒഴിവാക്കി. 13ാമത്തെ ഡിസ്ട്രിക്റ്റിനെ പറ്റി ഇതിനകത്തധികം ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും വരുന്ന ചിത്രങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്യാപിറ്റൽ സിറ്റിയെ എതിർത്ത 12 ജില്ലകളിൽ നിന്നും വർഷം തോറും തന്നെ ഒരാണ് ഒരു പെണ്ണെന്ന് പറഞ്ഞ് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ളവരിൽ നിന്നും ചീട്ടിങ്ങനെ കുലുക്കിയിട്ടിട്ട് അതിൽ നിന്നും ഓരോരുത്തരെ ചൂസ് ചെയ്യും. ഇങ്ങനെ ഇവർ ചൂസ് ചെയ്ത് 24 കുട്ടികളെയും ഹങ്കർ ഗെയിംസിനകത്ത് ഇവർ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹങ്കർ ഗെയിംസ്? വിജനമായ ഒരു കാട് അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു പ്രദേശത്ത് 24 പേരെ അങ്ങ് ഇറക്കി വിടും. എന്നിട്ട് അവരവിടെ കിടന്നിട്ട് തമ്മി തല്ലുകൂടണം. അതായത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരാൾ മറ്റൊരാളെ കൊല്ലണം. എന്നിട്ട് അവസാനം അവശേഷിക്കുന്ന ഒരാളെ മാത്രമാണ് ഹങ്കർ ഗെയിംസിന്റെ വിന്നറായിട്ട് ഇവർ അനൗൺസ് ചെയ്യുക. ഇനി എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റിയെ എതിർക്കാൻ ഇനി ആരും തുനിയാൻ പാടില്ല എന്നതിന് വേണ്ടി മാത്രമാണ്. ആൻഡ് ഈ ഒരു പറയുന്ന ഹങ്കർ ഗെയിംസിന് അവർ ഒരു TV ഷോ ആയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ലൈവായിട്ട് തന്നെ 12 ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും കാണാനും സാധിക്കും. ഇപ്പോഴാണ് നമ്മുടെ നായികയായ കാറ്റ്നിസിനെ കാണിക്കുന്നത്. ഇവള് ഡിസ്ട്രിക്ട് 12 താമസിക്കുന്നത്. ആകെ മൊത്തമുള്ള 13 എണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാശില്ലാത്ത പോവർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 12ാമത്തെ ജില്ലയാണ്. അതിലും 2-3 ഏരിയാസ് ഉണ്ട്. അതിലും 4ാമത്തെ ഏരിയയിലാണ് നമ്മുടെ നായികയായ കാറ്റ്നിസ് ജീവിക്കുന്നത്. അവിടെ ഉള്ളവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അടക്കം കഷ്ടപ്പെടുന്നവരാണ്. കാറ്റ്നിസിന്റെ കൂടെ അവളുടെ അമ്മയും കൂടാതെ ഒരു അനീതിയുണ്ട്. അവളുടെ പേര് പ്രിം. ഇവളുടെ അച്ഛൻ അവിടെ തന്നെ ഒരു കോൾ മൈനിങ്ങിൽ ചെറിയൊരു ആക്സിഡന്റ് പറ്റി അദ്ദേഹം മരിച്ചു പോകും. ഇനി എങ്ങനെയാണ് ഇവർ ജീവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്ട് 12 അപ്പുറത്തായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എങ്കിൽ പോലും അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആനിമൽസിനെ എല്ലാം വേട്ടയാടി അതിനെ നേരെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ ശേഷം അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഫുഡ് വാങ്ങുന്ന സമയത്ത് തന്റെ വീട്ടിലുള്ള 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആണോ പെണ്ണോ അവരുടെ പേര് എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥ വരും. ഇങ്ങനെ ഇവർ കൊടുക്കുന്ന ആ ഒരു പേരാണ് ശേഷം ഹങ്കർ ഗെയിംസിൽ ആ ഒരു ചീട്ട് കുലുക്കിയിടുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കാറ്റ്നിസ് ഈ പറയുന്ന കാട്ടിൽ വന്നിട്ട് അവിടെയുള്ള വേട്ടയാടിയ ശേഷം അതിനുവേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവന്റെ പേര് ഗെയിൽ. ഇവനാണ് നമ്മുടെ നായികയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എങ്ങനെയെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം നേരെ കാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നാണ് നമ്മുടെ ഗെയിലിന്റെ ഒരു സ്വപ്നം. ഇപ്പോൾ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് 12 വന്നിട്ടുണ്ട്. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹങ്കർ ഗെയിംസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഇപ്പോൾ 74ാമത്തെ വർഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി 12 വയസ്സ് മുതൽ 18 വയസ്സുള്ളവരെ 2 പേരെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ സെലക്ഷനിൽ ഇവിടെ നമ്മുടെ നായികയുടെയും കൂടാതെ അവളുടെ അനിത്യയായ പ്രിമിന്റെയും പേരുണ്ട്. പ്രിം ഭയങ്കരധികം പേടിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മുടെ കാറ്റ്നിസ് അതായത് ഇവളുടെ ചേച്ചി ആവട്ടെ ഒരു മോക്കിഞ്ചെ എന്ന് പറയുന്ന ഒരു പറവയുടെ ഒരു പിന്ന് വാങ്ങിച്ചുകൊണ്ട് അവൾ കൊണ്ട് കൊടുക്കുന്നു. ഇതിന്റെ കയ്യിലുള്ള പക്ഷം നിനക്ക് ഒരു പ്രശ്നം വരില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ആശ്വസിപ്പിക്കുന്നു. അവിടെ കെട്ടിയത് നേരെ സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ പെടുന്ന എഫി എന്ന് പറയുന്ന അത്യാവശ്യം കളർഫുൾ ആയിട്ട് ഒരു ലേഡി കുറെ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്. എന്താണെന്നാൽ നിങ്ങൾ ഹങ്കർ ഗെയിംസ് കളിക്കുന്നത് നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ല സത്യം നമുക്കറിയാൻ പറ്റും. കാരണം ഹങ്കർ ഗെയിംസ് നടക്കുന്നത് മൂലം ക്യാപിറ്റൽ സിറ്റിക്ക് ഒരുപാട് ഇൻകം വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഒന്നാമത്തെ ലൈവ് ടെലികാസ്റ്റ് ആണ്. സോ അതുമൂലം ഒരുപാട് ഫണ്ട്സ് അവർക്ക് വരുന്നുണ്ട്. പിന്നെ അത് നിലനിർത്താനും ഇതുകൂടാതെ ഇവരെ അടിച്ചമർത്താനും കൂടെ വേണ്ടിയാണ് ഇവർ ഹങ്കർ ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സ്ത്രീയും ആ ഒരു ചീട്ട് കുലുക്കുന്ന ഒരു പേരെടുക്കുന്നുണ്ട്. ആരുടെയാണെന്നാൽ നമ്മുടെ കാറ്റ്നിസിന്റെ അനീതിയായിട്ടുള്ള പ്രിമിന്റെയാണ്. അവൾ ചെറിയ കുട്ടിയാണ്, പേടിയുണ്ട്. അവൾ പോയി കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ കാറ്റ്നിസ് ആവട്ടെ അവൾക്ക് പകരമായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ സ്വയം വോളണ്ടിയർ ചെയ്ത് ആ ഒരു ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ ഒരു ഹങ്കർ ഗെയിംസിൽ 2 രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ചീട്ട് കുലുക്കിയിട്ട് അല്ലെങ്കിൽ സ്വയം വോളണ്ടിയർ ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ ഇത്രയും നാളായിട്ടും ഡിസ്ട്രിക്ട് 12 നിന്നും ഒരു വോളണ്ടിയർ പോലും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഇപ്പൊ പെണ്ണുങ്ങളിൽ ഒരാളായിട്ടുണ്ട്. ഇനി ആണുങ്ങളിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്നത് പീറ്റ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയാണ്. ഇവർ രണ്ടുപേരും മുമ്പ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നാൽ നമ്മുടെ പീറ്റയുടെ അച്ഛന് ഒരു ബേക്കറി ആണുള്ളത്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കാറ്റ്നിസ് ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു കഷ്ണം ബ്രെഡ് കൊടുത്ത് സഹായിച്ചത് നമ്മുടെ പീറ്റ ആയിരുന്നു. സോ വൺസ് അവർ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഗെയിം കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് ഡിസ്ട്രിക്ട് 12 തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അവരുടെ ഫാമിലിയോട് സംസാരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് 3 മിനിറ്റ് മാത്രം അവർക്ക് അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ കാറ്റ്നിസിന്റെ അനിയത്തി പ്രിമ്മും കൂടാതെ അവളുടെ അമ്മയൊക്കെ വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. നീ ടെൻഷൻ ആവേണ്ട, നിനക്ക് ധൈര്യം ഉണ്ടല്ലോ, നീ വേട്ടയിടാൻ പോകുന്നതല്ലേ, അതേപോലെ
പറഞ്ഞതുപോലെ നീ അവിടെ പോയിട്ട് എല്ലാവരും വേട്ടയായിട്ട് തിരിച്ചു വന്നൊക്കെ പറഞ്ഞ് അനിയത്തി പറയുന്നു. എന്നിട്ട് അവസാനം നമ്മുടെ പ്രിം ഇവള് കൊടുത്ത ആ ഒരു മോക്കിഞ്ച് എന്ന് പറഞ്ഞ ഒരു പിന്ന് തിരിച്ച് ഇവളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. അവിടേക്ക് ഗെയിൽ വരുന്നുണ്ട്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അമ്മയോട് പ്രിമ്മിനെ നല്ല രീതിയിൽ നോക്കണമെന്നും ഇതുകൂടാതെ ഗെയിൽ എന്തെങ്കിലും പോയി ഹണ്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുത്തരും, അത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് മാത്രം നിങ്ങൾ കാശുണ്ടാക്കുക, ഒരിക്കലും ഫുഡിന് വേണ്ടി ഇവളുടെ പേര് ഇനി എഴുതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ഇവള് പറയുന്നുണ്ട്. അവിടെ വൈറ്റ് ഡ്രസ് ഇട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരാരാണെന്നാൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയുടെ സോൾജേഴ്സ് ആണ്. പേര് പീസ് മേക്കേഴ്സ്. അതിനുശേഷം നമ്മുടെ കാറ്റ്നസിനെയും പീറ്റയും ഈ പറഞ്ഞ എഫി എന്ന് പറയുന്ന ഒരു കളർഫുൾ ലേഡി ഒരു ട്രെയിനകത്തോട്ട് കയറ്റുകയും ഈ പറഞ്ഞ ട്രെയിനിനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുന്നുണ്ട്. ആ ട്രെയിനും ഭയങ്കര ലക്ഷറീസ് ആണ്. എങ്കിൽ പോലും ഇവർ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം പോയ ജീവനോട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ആദിയിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ ഇവർ കേൾക്കാനൊന്നും നിന്നില്ല. ഡിസ്ട്രിക്ട് 12 ഒരു നേരത്തെ ഫുഡിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഒരു ട്രെയിനിനകത്ത് ആരും കഴിക്കാതെ ഒരുപാട് ഫുഡ് നിൽക്കുന്നു. ഇത് കണ്ട് അവർ ഭയങ്കരധികം ഷോക്ക് ആവുകയാണ്. അതിനുശേഷം ഈ ഒരു സ്ത്രീ ഹേമിച്ച് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹം ആരാണെന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഹങ്കർ ഗെയിംസിൽ പോയി ജയിച്ച ഈ പറയുന്ന ഡിസ്ട്രിക്ട് 12 ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും നിങ്ങളുടെ മെന്റർ ആൻഡ് ഞാനായിരിക്കും നിങ്ങളുടെ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. അതിനെ തുടർന്ന് ഇവർ ഹേമിച്ചിനെ മീറ്റ് ചെയ്യുകയാണ്. എന്നാൽ അങ്ങേരാവട്ടെ ഇതിനകത്ത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ വലുതായിട്ടൊന്നുമില്ല, കാരണം ഞാനെന്നല്ല ആര് വിചാരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല, ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓപ്പിനെ മെന്റർ ആണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാറ്റ്നസ് ചോദിക്കുന്നു. ഇതേക്കുന്ന ഹേമിച്ചും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ട് വെളിയിലോട്ട് പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ നമ്മുടെ പീറ്റ മാത്രം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞിട്ട് അങ്ങേര് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പീറ്റയുടെ ഒപ്പം തന്നെ നമ്മുടെ കാറ്റ്നസും ജോയിൻ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നു. ഈ ഗെയിംസിനെ സംബന്ധിച്ച് സ്പോൺസേഴ്സ് ആണ് മെയിൻ. അതായത് ക്യാപിറ്റൽ സിറ്റിയിലുള്ള അത്യാവശ്യം കാശുള്ള ടീംസ് എല്ലാവരും ഓരോ ആൾക്കാർ ഓരോ പാർട്ടിസിപ്പന്റിന്റെ മേലെ സ്പോൺസർ ചെയ്യും. അതായത് ഇവനാണ് ജയിക്കേണ്ടത് അല്ലെങ്കിൽ അവനാണ് ജയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മരുന്ന് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് അയച്ചു കൊടുക്കാനോ വാട്ടർ അയച്ചു കൊടുക്കാനോ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ സ്പോൺസേഴ്സിന് സാധിക്കും. ഇങ്ങനെ സ്പോൺസേഴ്സിനെ എല്ലാം ഇംപ്രസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ ഉണ്ടാക്കുന്നവരാണ് ഈ പറഞ്ഞ ഗെയിംസിൽ ജയിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഹേമിച്ച് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന അതേ സമയം തന്നെ ഇവർ ക്യാപിറ്റൽ സിറ്റിയുടെ അടുത്ത് എത്തിക്കുകയാണ്. പിടിഎം കണ്ണാടി കൂടെ അത് നോക്കുന്നുണ്ട്. കണ്ണ് തള്ളിപ്പോകും. കാരണം ഡിസ്ട്രിക്ട് 12 ക്യാപിറ്റൽ സിറ്റിയും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അജഗജാന്തര വ്യത്യാസമാണ്. ഡിസ്ട്രിക്ട് 12 പോലെ അല്ലാതെ ഭയങ്കരധികം ടെക്നോളജി വൈസും ഇതുകൂടാതെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും ഭയങ്കരധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് ക്യാപിറ്റൽ സിറ്റി. ഇവർ അതിനുശേഷം ക്യാപിറ്റൽ സിറ്റിയിൽ ഇറങ്ങുന്നു. അതിനുശേഷം ഇവിടെ ഒരു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാണെന്നാൽ സിന്ന എന്ന് പറയുന്ന ഫാഷൻ ഡിസൈനറുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയാണെന്നാൽ ഇന്ന് രാത്രി ഒരു സെറമണി ഉണ്ട്. അപ്പൊ അതിൽ പോകുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക ഗ്ലാമറസ് ആക്കാനും അതിലുമുപരി അവിടെയുള്ള സ്പോൺസേഴ്സിനെ എല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്പോൺസേഴ്സിനെ കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് ജീവനോടെ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. സിന്നയ്ക്ക് നമ്മുടെ കാറ്റ്നസിനെ ഭയങ്കരധികം ഇഷ്ടപ്പെടുകയാണ്. കാരണം അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ സ്വയം വോളണ്ടിയർ ചെയ്ത് വന്നതല്ലേ. അതിനെ തുടർന്ന് പീറ്റയ്ക്കും കാറ്റ്നസിനും ഇങ്ങേര് ഒരു കിഡിലൻ ഔട്ട്ഫിറ്റ് റെഡിയാക്കി കൊടുക്കുകയാണ്. തീയൊക്കെ പിന്നിലൂടെ പറക്കുന്ന ഒരു കിഡിലൻ ഔട്ട്ഫിറ്റ്. ഇത് കാണുന്ന അവിടെയുള്ള ഓഡിയൻസ് എല്ലാവരും ഭയങ്കരധികം സ്റ്റണ്ണായി പോകുന്നു. കാരണം ഇതുപോലൊരു ഐറ്റം അവർ മുമ്പ് കണ്ടിട്ടില്ല. അത് മാത്രമല്ല അവിടെയുള്ള ക്യാപിറ്റലിലെ മീഡിയസ് എല്ലാം നമ്മുടെ ഒരു കാറ്റ്നസിനെ ദ ഗേൾ ഓൺ ഫയർ എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേരാണ് പ്രസിഡന്റ് സ്നോ. ഈ ഹങ്കർ ഗെയിംസ് ഇങ്ങനെ തുടർന്ന് നടക്കാനുള്ള ഒരു പ്രധാന റീസൺ ആയിട്ട് നിൽക്കുന്നത് ഇങ്ങേര് മാത്രമാണ്. മനുഷ്യരെ തമ്മി കൊല്ലിക്കുന്ന ഒരു ഗെയിം ഉണ്ടാക്കി അതിൽ നിന്നും ഫണ്ട് ഏൺ ചെയ്യുന്ന ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യൻ. പിന്നെ ഒരു സെറമണിയും കഴിയുന്നു. അതിനുശേഷം ഇവർക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കുന്നുണ്ട്. നല്ല റൂമും നല്ല കിടക്കയെല്ലാം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്? തമ്മി ചാവാൻ വേണ്ടി. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ് ഇവരുടെ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെയുള്ള ട്രെയിനർ ഇവരോട് ഇന്ന പോലെ ഇവിടെയുള്ള ഏത് ആയുധം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ കോമ്പാക്ട് ട്രെയിനിങ്ങിന് മുമ്പ് നിങ്ങൾ സർവൈവൽ ട്രെയിനിങ് ആണ് ആദ്യം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു സജഷൻ കൊടുക്കുന്നു. സോ അതിനെ തുടർന്ന് അവിടെയുള്ള ആ ഒരു ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് അവരവർ തന്നെ ട്രെയിൻ ചെയ്യുന്നു. ഈ ഉള്ള 12 ഡിസ്ട്രിക്റ്റിൽ തന്നെ ഡിസ്ട്രിക്ട് 1ഉം 2ഉം കുറച്ച് ഡിഫറെന്റ് ആണ്. എന്താണെന്നാൽ അത്യാവശ്യം നല്ല ഫണ്ടുള്ള ടീംസുമാണ്. ഇതിനു പുറമെ ചെറുപ്പം മുതൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഹങ്കർ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, തന്റെ എതിരാളി എങ്ങനെയാണ് കൊല്ലേണ്ടത്, അവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 18 വയസ്സ് തികയുന്നവരെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് 18 വയസ്സാവുന്ന സമയത്ത് ഇവരെ വോൾട്ടിയർ ചെയ്ത് ഈ പറഞ്ഞ ഹങ്കർ ഗെയിംസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരെ മറികടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവർക്കാണെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നല്ലപോലെ യൂസ് ചെയ്യാനും അറിയാം. ഡിസ്ട്രിക്ട് 1ഉം 2ഉം നല്ലപോലെ തന്നെ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ നമ്മുടെ പീറ്റി ആവട്ടെ എന്തോ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോയി അവിടെ തപ്പി തടഞ്ഞ് താഴെ വീണ് വശലായി. ഇത് കാണുമ്പോൾ അവിടെയുള്ളൊരു ചിരിക്കുകയാണ്. പക്ഷേ ഇവന്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ ഇവന് ഈസി ആയിട്ട് എടുത്ത് എറിയാൻ പറ്റും. ഇതറിയുന്ന നമ്മുടെ കാറ്റ്നസ് ആവട്ടെ നേരെ അവനോട് എന്നിട്ട് നീ ആ ഒരു ബോൾ എടുത്ത് പോയി എറിയടാന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. ശരിയെന്ന് പറഞ്ഞ് ഇവനും ആ ഒരു അയൺ ബോൾ എടുത്തിട്ട് നേരെ അങ്ങ് എറിയുന്നു. അത് അത്യാവശ്യം ദൂരത്ത് പോയി വീഴുന്നുണ്ട്. ഇത് കാണുന്ന ഡിസ്ട്രിക്ട് 1ഉം 2ഉം കുഴപ്പമില്ലല്ലോ ഇവനും കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കുന്നു. അവരോടൊന്ന് പോകുന്നു. അതിനുശേഷം ഇവരെല്ലാവരും ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ കാറ്റ്നസിനെ ഒരു പെൺകുട്ടി വന്ന് നോക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് റിയൂ എന്നാണ്. അവള് ഡിസ്ട്രിക്ട് 11ൽ പെട്ട ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി നമ്മുടെ നായികയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ നായികയും കാണുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇന്ന് ഇവർ സ്പോൺസേഴ്സിനെ എല്ലാം എന്താ പറയുക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവരുടെ സ്കിൽസ് എല്ലാം കാണിക്കേണ്ട ഒരു ദിവസമാണ്. അതിനെ തുടർന്ന് ഹേമിച്ചും കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്ന ആ ഒരു പെർഫോമൻസ് വെച്ചാണ് നിങ്ങളെ വാല്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ ഇംപ്രസ് ചെയ്യണം. അവരുടെ കംപ്ലീറ്റ് അറ്റൻഷനും നിന്റെ മേലെ വരുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവരോട് പറയുന്നു. നമ്മുടെ നായികയെ കാറ്റ്നസിനെ ആവട്ടെ അവൾക്ക് അമ്പും മില്ലുമാണ് നല്ല രീതിയിൽ വരുന്നത്. അതിനെ തുടർന്ന് അവൾ
അവൾ അതും എടുത്തിട്ട് അവിടെ പോയി പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നു. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആവുകയാണ്. അതിനെ തുടർന്ന് അവൾ രണ്ടാമത്തെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇത് കാണുന്ന അവിടെയുള്ള ആളുകളൊക്കെ ഇവൾക്ക് വലിയ കഴിവൊന്നും ഇല്ല എന്നൊക്കെ ഓർത്തിട്ട് അവരുടെ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. കാറ്റ്നിസ് രണ്ടാമത്തെ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റായിട്ട് സെൻട്രലിനകത്ത് തന്നെ കയറി പോവുകയാണ്. എന്നാൽ ഇത് കാണാൻ അവിടെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ എല്ലാവരുടെയും സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഒരു പന്നി ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇതാരോ ഓർഡർ ചെയ്ത് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കഴിക്കുന്ന കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണാൻ നമ്മുടെ കാറ്റ്നിസിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരത്തി 50 നേരം ഉന്നം വെച്ചത് ആപ്പിളിലേക്കാണെങ്കിൽ പോലും കയറിയത് ഇവന്മാരുടെ അണ്ണാക്കിലേക്കായിരുന്നു. ഈ മീശക്കാരൻ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ഷോക്കായിട്ട് നമ്മുടെ കാറ്റ്നിസിനെ താഴോട്ട് നോക്കുകയാണ്. ഞാൻ മീശക്കാരൻ്റെ കാര്യം പറയാൻ മറന്നു. ഈ പുള്ളിക്കാരനാണ് ഈ ഗെയിംസിലുള്ള റൂൾസ് എല്ലാം ഉണ്ടാക്കുന്ന ആള്. എല്ലാവരും ഇവിടെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവൾ അവിടെ താഴെ നിന്നിട്ട് താങ്ക് യു ഫോർ എ കൈൻഡ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ എഫ് ഉണ്ടല്ലോ, ആ ഒരു കളർഫുൾ ലേഡി പുള്ളിക്കാരത്തി കാറ്റ്നിസിനൊക്കെ ബോധമില്ല ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറെ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ അവിടെ വരുന്ന നമ്മുടെ ഹേമിച്ച് ആവട്ടെ മോഡൻ നീ പൊളിച്ച് ഒരു രക്ഷയില്ല. നീ എന്താ അവസാനം പറഞ്ഞ് താങ്ക് യു ഫോർ കൈൻഡ് അറ്റൻഷനോ? അത് കലക്കി. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ അറ്റൻഷനും നീ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാറ്റ്നിസിനോട് പറയുന്നു. ദെൻ ഈ ഒരു 24 പേരെയും 3 ദിവസം മോണിറ്റർ ചെയ്തിട്ട് ഇവർക്ക് സ്പെഷ്യലായിട്ട് ഓരോരുത്തർക്കും ഓരോരോ മാർക്ക് കൊടുക്കുന്നുണ്ടാവും. ഓരോരുത്തരുടെയായിട്ട് മാർക്ക് പറയുന്നുണ്ട്. നമ്മുടെ പീറ്റയ്ക്ക് 8 മാർക്ക് കിട്ടുന്നു. അതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മുടെ കാറ്റ്നിസിന് അവിടെ 11 മാർക്കാണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഇവളായിരുന്നു. അത് ഇവളും എക്സ്പെക്ട് ചെയ്തില്ല, ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. ഈ ഒരു വിഷയം പ്രസിഡന്റ് സ്നോ വരെ എത്തിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് ആ ഒരു മീശക്കാരനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. ഇവൾക്ക് 11 മാർക്ക് കൊടുത്തതിൽ പുള്ളിക്കാരന് വലിയ സന്തോഷമൊന്നുമില്ല. ഒരാൾക്ക് വിശ്വാസം കൊടുക്കുന്നതൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന നമ്മൾക്ക് താപത്തായിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുളയിലെ നുള്ളിക്കളയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രസിഡന്റിനോ ഈ പറയുന്ന മീശക്കാരനോ ഒരു അഡ്വൈസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്ന നാളെ ഗെയിംസിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. അതിന് പോകാൻ നമ്മുടെ കാറ്റ്നിസിന് ഒരു കിഡിലൻ ഡ്രസ്സ് തന്നെ നമ്മുടെ ആ ഒരു സിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവളും ആ ഒരു ഇന്റർവ്യൂവിൽ കയറുകയാണ്. എല്ലാവരും ഇവിടെ കണ്ടങ്ങ് ഭയങ്കര ഗോർജസ് ആയിട്ടുണ്ട് ഇവിടെ കാണാൻ തന്നെ. അപ്പോൾ ഒരു ഹോസ്റ്റ് ഫസ്റ്റ് സെറമണിയിൽ തന്നെ തീയോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും തീയോടെ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഇവള് പറയുന്നു. എന്നിട്ട് നേരെ എഴുന്നേറ്റ് അവിടെ നിന്നും കറങ്ങുന്നുണ്ട്. കറങ്ങുന്ന സമയത്ത് അവളുടെ ആ ഒരു ഗൗണിന്റെ അടിഭാഗത്തായിട്ട് ഫ്ലെയിംസ് വരുന്ന രീതിയിലാണ് ആ ഒരു ഡ്രസ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂവും അവൾ നല്ലപോലെ ബോൾഡായിട്ട് തന്നെ സംസാരിച്ച് ഇറങ്ങുകയാണ്. അടുത്ത നമ്മുടെ പീറ്റിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അവനും നല്ല രീതിയിൽ ഫണ്ണി ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ശേഷം അവന്റെ ഗേൾഫ്രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പെൺകുട്ടിയോട് ഭയങ്കരധികം ക്രഷാണ്, പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ഹോസ്റ്റ് ചോദിക്കുന്ന സമയത്ത് കാരണം എന്റെ ക്രഷാണ് എന്റെ കൂടെ കളിക്കാൻ വന്നിരിക്കുന്നതെന്ന് ഇവൻ പറയുന്നു. സോ ഇവൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാറ്റ്നിസിനെയാണ്. ഇനി സപ്പോസ് ഇവർ രണ്ടുപേരും അവസാനം എത്തിയാൽ പോലും ഇവരിൽ ഒരാൾ മാത്രമേ വെളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാവരുടെ മുമ്പിലും ഒരു സിമ്പത്തി ഇവൻ ക്രിയേറ്റ് ചെയ്യുന്നു. പീറ്റ ഇന്റർവ്യൂ കഴിഞ്ഞാൽ വെളിയിൽ വരുന്ന സമയത്ത് നമ്മുടെ കാറ്റ്നിസ് അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കുടയുന്നുണ്ട്. രണ്ടുപേരും നല്ലപോലെ സംസാരിച്ചിട്ടില്ല, അപ്പോഴാണ് നിനക്ക് ക്രഷ് കോപ്പെന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് ചീത്ത പറയുന്നു. അപ്പോൾ അവിടേക്ക് വരും നമ്മുടെ ഹേമിച്ചാവട്ടെ നീ ടെൻഷൻ ആവരുത്, അവൻ നിനക്കൊരു ഹെൽപ്പാണ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് സ്പോൺസേഴ്സ് എല്ലാം നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വരുമായിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹേമിഷ് പറയുന്നുണ്ട്. ദെൻ അന്ന് രാത്രി നമ്മുടെ പീറ്റയ്ക്ക് അവന് കടന്നുറങ്ങാൻ പറ്റുന്നില്ല, കാരണം നാളെ ആ ഒരു ഗെയിമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഒരു നമ്മുടെ കാറ്റ്നിസും അവനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ശേഷം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ പീറ്റ പറയുന്നു ഇവിടെയുള്ള എല്ലാവരും എന്നെ മാറ്റി. കാറ്റ്നിസ് എനിക്ക് പേടിയാവുന്നു, ഞാൻ മരിക്കുമ്പോഴെങ്കിലും ഞാനായിട്ട് മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് പീറ്റ പറയുന്നു. സോ അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇന്നാണ് ആ ഒരു ഗെയിം നടക്കുന്നത്. അപ്പോൾ ഗെയിമിന് മുമ്പായിട്ട് ഇവരെവിടെയാണ് കളിക്കാൻ പോകുന്നത്, ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈൻ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ ഇത് ഒരു സാധാരണ കാർഡല്ല, പകരം ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇത് കളിക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു കാർഡാണ്. അപ്പോൾ ഇവരാണ് ആ ഒരു കാർഡിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മഴയ്ക്ക് മഴ, വെയിലിന് വെയിൽ, മൃഗത്തിന് മൃഗം എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് അത് അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല, കാരണം അവരെ സംബന്ധിച്ച് ഇത് റിയൽ ആയിട്ട് സംഭവിക്കുന്ന രീതിയിൽ അവർക്ക് തോന്നും. പിന്നെ കാറ്റ്നിസിനെ പീറ്റയും നല്ല നല്ല അഡ്വൈസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഹേമിഷ് പറഞ്ഞു വിടും. നിങ്ങളൊക്കെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് വിടാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ടെന്റ് പോലെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്ലൈസ്, അതായത് ആയുധങ്ങളും ഫുഡും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നീ ഒരിക്കലും അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടാൻ പാടില്ല. വൺസ് ആ ഒരു ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ നീ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓടണം. കാടിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നിനക്ക് വേണ്ട വെള്ളം എല്ലാം കിട്ടും. ആ വെള്ളമായിരിക്കും ഈ ഒരു കളി തീരുന്നവരെ നിന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഹേമിച്ച് പറയുന്നു. ഇതിന് ഇവർ രണ്ടുപേരും സംസാരിച്ച ശേഷം നമ്മുടെ കാറ്റ്നിസും ആ ഒരു ഷിപ്പിലോട്ട് കയറുകയാണ്. ഉള്ളിൽ കയറി നമ്മുടെ കാറ്റ്നിസിന്റെ കയ്യിൽ ഒരു ട്രാക്കർ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവരെവിടെയാണ്, ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കണ്ടുപിടിക്കുന്നത്. ഇതിന് ഇവരെ എല്ലാം തന്നെ ഒരു ക്യാപ്സൂളിനകത്ത് കയറ്റി നിർത്തിയ ശേഷം ഒരു ലിഫ്റ്റ് പോലെ അതിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അവളും ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതാണ് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഫോറസ്റ്റ്. ഇവള് പൊങ്ങി വരുന്ന അതേ സമയം തന്നെ അവിടെ ബാക്കിയുള്ള 23 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഹേമിച്ച് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു ആവശ്യമുള്ള ആയുധങ്ങളും ഫുഡ് എല്ലാം തന്നെ സപ്ലൈസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സൈറനും അടിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും പെട്ടെന്ന് ആ ഒരു ടെന്റിന്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ പോകുന്ന സമയത്താവട്ടെ അവിടെയുള്ള എല്ലാവരും തമ്മി വെട്ടിച്ചാവുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഹേമിച്ച് ഇവളോട് അങ്ങോട്ട് നീ ഒരിക്കലും ഓടാൻ പാടില്ല, നീ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടണം എന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ കാറ്റ്നിസും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബാഗ് എടുത്തിട്ട് അവൾ ഓടുന്നുണ്ട്. ഇവളെ ഒരുത്തി കത്തി വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ മറികടന്ന് നമ്മുടെ ആ ഒരു കാറ്റ്നിസ് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടെലിവിഷൻ ഷോ ആയിരുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ ലൈവായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ളവരും ക്യാപിറ്റൽ സിറ്റി ഉള്ളവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിം തുടങ്ങിയ ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 13 പേരാണ് മരിച്ചു പോയിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. മാച്ച് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരും ആ ഒരു ഹോസ്റ്റെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇതേസമയം കാടിനകത്ത് കയറി നമ്മുടെ നായികയ്ക്കും കുറച്ച് വെള്ളമുള്ള ഒരു സ്ഥലമെല്ലാം അവൾ കണ്ടുപിടിക്കുന്നു. അവൾക്ക് വേണ്ട വെള്ളം കുടിച്ചിട്ട് ശേഷം ആവശ്യമുള്ള വെള്ളം അവൾ ആ ഒരു കുപ്പിയിലും നിറച്ചെടുക്കുന്നു. ഒരു ചെറിയ മൃഗത്തിനെ വേട്ടയാടിയ ശേഷം അതിനെയും ചോട്ട് ഫുഡായിട്ട് അവൾ കഴിക്കുന്നു. എന്നിട്ട് ആ ഒരു കത്തിച്ച സ്ഥലത്തിലെ ആ ഒരു കനലെല്ലാം അവൾ ഇല്ലാതാക്കിയിട്ട് ഒരു അത്യാവശ്യം വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി അവൾ ഇരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആ ഒരു കത്തിച്ച കനൽ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇവളിവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും തേടി വരും. ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കാറുണ്ട്, ഡും എന്ന് പറഞ്ഞ് കാനൺ സൗണ്ട് പോലെ. അപ്പോൾ ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിൽ ഒരാൾ മരിച്ചുപോയി എന്നാണ് അർത്ഥമാക്കുന്നത്. ദെൻ അങ്ങനെ രാത്രിയാവുകയാണ്. ഇന്ന് ആരൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ പേരും അവരുടെ ഡിസ്ട്രിക്റ്റും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ നായികയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുകയാണ്. അവൾ എന്താണ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് താഴെ ഒരു പെൺകുട്ടി ഭയങ്കരധികം തണുപ്പായതുകൊണ്ട് തന്നെ തീയെല്ലാം ഉണ്ടാക്കി അവൾ കുറച്ച് ചൂടെടുക്കും. എന്നാൽ ഇവള് കത്തിച്ച ആ ഒരു തീയുടെ പുക കണ്ടിട്ട് അവിടേക്ക് ഡിസ്ട്രിക്ട് 1ഉം 2ഉം വരുന്നു. അത് മാത്രമല്ല അവരുടെ കൂടെ നമ്മുടെ പീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 5 പേരാണ് വന്നിരിക്കുന്നത്. ഇവർ വന്നതും ആ ഒരു പെൺകുട്ടിയെയും കൊല്ലുകയാണ്. ദെൻ ഇവരെല്ലാവരും കാറ്റസിനെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ദെൻ ഇവരുടെ പ്ലാൻ എന്താണെന്നാൽ കാറ്റസിനെ കണ്ടുപിടിച്ച ശേഷം അവളെ കൊന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ പീറ്റയും കൊല്ലാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാറ്റസിന് പീറ്റ അവരുടെ കൂടെ കണ്ട സമയത്ത് കുറച്ച് ഷോക്ക് ആവുന്നുണ്ട്. എങ്കിൽ പോലും ശരി വരുന്നവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങുന്നു. ദെൻ പിറ്റേ ദിവസം ആവുന്നു. ഇവൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വെള്ളം വേണം. അതിനുവേണ്ടി അതെടുക്കാൻ വേണ്ടി അവൾ ഒരുപാട് ദൂരം നടക്കുന്നു. ഇവളും നടക്കുന്നു ഒരുപാട് നടക്കുന്നു. അതിനെ തുടർന്ന് ഇവളും ആ ഒരു മറ്റു പ്ലേയേഴ്സുമായിട്ട് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരികയാണ്. ശരി ഇങ്ങനെ പോയി ശരിയാവില്ല. ഇവളെ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് കൊടുക്കുന്നത് മാത്രമാണ് ആരെങ്കിലും തമ്മിൽ കൊന്ന് ഈ ഒരു ഗെയിംസ് ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ. അതിനുവേണ്ടി ആ ഒരു കാടിന്റെ ഒരു സൈഡ് അവൾ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സൈഡിൽ പെട്ടെന്ന് ഒരു തീ ഉണ്ടാക്കുന്നു. എവിടെ നിന്നൊക്കെയോ തീപ്പന്തം വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവളും എങ്ങനെയൊക്കെ ഉരുണ്ട് മറിഞ്ഞ് ഒരു വെള്ളത്തിലേക്ക് എന്ന് വീഴും. ആ ഒരു തീ കാരണം അവളുടെ കാല് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടാവും. സോ ആ ഒരു വെള്ളത്തിൽ വീണപ്പോൾ അവൾക്കൊരു ചെറിയ ആശ്വാസം കിട്ടി. ഇവൾ ആ വെള്ളത്തിലേക്ക് വീണിട്ട് ഒരു 2 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും അവന്മാർ 2 പേര്, അതായത് ഡിസ്ട്രിക്ട് 1ഉം 2ഉം പീറ്റ എല്ലാം ഇവളെ കണ്ടുപിടിക്കുന്നു. ഇവളെ കണ്ടതും അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാറ്റ്നിസ് ആ ഒരു വയ്യാത്ത കാലം വെച്ച് എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ ഒരു മരത്തിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ടും വിടാതെ ഒരു അമ്പും വില്ലിനെ വെച്ച് അവളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ പീറ്റ പറയുകയാണ്, അതായത് അവൾക്ക് എന്തായാലും ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, ഫുഡ് വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവൾ താഴോട്ട് ഇറങ്ങി വരും. നമുക്ക് താഴെ തന്നെ വെയിറ്റ് ചെയ്യാം, അവൾ വരുമ്പോൾ നമുക്ക് കൊല്ലാന്നൊക്കെ പറഞ്ഞ് പീറ്റ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നു. ശരി എന്തിനാ കടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരും അതിന് സമ്മതിച്ച് താഴെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കാറ്റ്നിസിനും അവളുടെ കാലുണ്ടായിരുന്ന ഒരു പൊള്ളി ഇത് ഭയങ്കരധികം വേനിക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഒഴിച്ച് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഭയങ്കരധികം വേനയാണ്. ഇതെല്ലാം തന്നെ ലൈവായിട്ട് എല്ലാവരും കാണുന്നതിനെ തുടർന്ന് നമ്മുടെ ഹേമിച്ച് അദ്ദേഹത്തിന് ഭയങ്കരധികം സങ്കടം വന്നിട്ട് നേരെ ഒരു സ്പോൺസറിനെ പോയി മീറ്റ് ചെയ്ത് എന്നിട്ട് എങ്ങനെയൊക്കെ ഒരു സ്പോൺസർഷിപ്പും അദ്ദേഹം എടുക്കുകയാണ്. അതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ ഇവൾക്ക് ആ ഒരു കാലിൽ മുറിവ് മാറാൻ വേണ്ടി ഒരു മരുന്ന് നമ്മുടെ ആ ഒരു ഹേമിച്ച് ഒരു പാരഷൂട്ടിൽ അയച്ചു കൊടുക്കുന്നു. ഈ മരുന്ന് യൂസ് ചെയ്യുക, എന്നിട്ട് നീ ജീവനോട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹേമിച്ച് ഒരു ലെറ്റർ എല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവളത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം കണ്ണു തുറക്കുന്ന സമയത്ത് അവളുടെ ആ ഒരു കാലിൽ ആ ഒരു മുറിവേ ഇല്ല. ഇവൾക്ക് ഇപ്പോൾ താഴെ ഇറങ്ങാനും പറ്റത്തില്ല. താഴെ അവന്മാരെല്ലാം കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവളെ ആരും വിളിക്കുന്ന പോലെ ഇവൾക്ക് തോന്നുകയും ഇവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് ആ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായിരുന്ന ആ ഒരു റിയു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇവളും എന്തോ ആംഗ്യ ഭാഷയിൽ എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നായിക ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു തേനീച്ചക്കൂടുണ്ട്. തേനീച്ചയല്ല, അത് വേറൊരു തരത്തിലുള്ള ഒരു ജീവിയാണ്. ഇത് നാച്ചുറലി ഉണ്ടായ ഒരു പ്ലേസ് അല്ലല്ലോ. സോ അതിനെ തുടർന്ന് ഇതെല്ലാം തന്നെ ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ട്രാക്കർ ജാക്കർ എന്ന് പറഞ്ഞ് ഇവർ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഇൻസെക്ട് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറുതായിട്ട് അൺകോൺഷ്യസ് ആവുകയും മേ ബി ഇല്യൂഷൻസ് വരാം. ഇതിനും പുറമെ ആയിട്ട് ഒരുപാട് കടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഹോസ്റ്റ് പറയുന്നുണ്ട്. നായികയും അതിന്റെ മുകളിൽ കയറിയിട്ട് കത്തി വെച്ച് ആ ഒരു കൊമ്പ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഇവളെയും 2 എണ്ണം കടിക്കുന്നുണ്ട്. ഇവൾക്കും ചെറുതായിട്ട് തല കറക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അവൾ ആ ഒരു സാധനം അറുത്ത് താഴോട്ടിടുന്നു. അതിനെ തുടർന്ന് താഴെ കിടന്ന 5 എണ്ണം തെറിച്ചങ്ങ് ഓടുന്നുണ്ട്. അതിലൊരു പെണ്ണുണ്ടായിരുന്നു, അതിൽ ഇത് കുത്തിയിട്ട് അങ്ങ് മരിച്ചു പോകുന്നു. അപ്പൊ കാറ്റ്നിസിനും അങ്ങ് തല കറങ്ങിയിട്ട് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പീറ്റ ഓടി വരുന്നുണ്ട്. എന്നിട്ട് കാറ്റ്നിസിനോട് നീ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട് അവൻ. ഇവളും ആ ഒരു മയക്കത്തിൽ തന്നെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് അവൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവളുടെ ആ ഒരു മുറിവിലെല്ലാം ആ ഒരു മരുന്നെല്ലാം വെച്ചിരിക്കുന്നു. ആരാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അത് ആ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായിരുന്ന റിയു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇവർ 2 പേരും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്സും ആവുന്നു. കാറ്റ്നിസിനെ സംബന്ധിച്ച് തന്റെ അനീതിയെ പോലെയാണ് ഈ ഒരു റിയുവിനെ അവൾ കൺസിഡർ ചെയ്യുന്നത്. 2 പേരും ഫുഡൊക്കെ ഉണ്ടായി കഴിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. എന്നിട്ട് ഇവർ 2 പേരും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നാൽ ആദ്യം കണ്ട ഒരു സപ്ലൈസ് എല്ലാം ഇരിക്കുന്ന സ്ഥലത്താണ് ഇവർക്ക് ആയുധ ഫുഡ് എല്ലാം കിട്ടുന്നത്. അപ്പൊ നമുക്കത് എന്തായാലും ഇല്ലാതാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഈ ഡിസ്ട്രിക്ട് 1ഉം 2ഉം അവിടെ തന്നെ കുറ്റിയടിച്ചിരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരൂല. അപ്പൊ അവരെ കൊല്ലാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റിയു ഈ പറയുന്ന കാടിന്റെ ഉള്ളിൽ നിന്നിട്ട് തീ ഉണ്ടാക്കി അവിടെ പുക ഉണ്ടാക്കും. ആ ഒരു പുക കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് വരും. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ കാറ്റിസ് അവിടെ ചെന്നിട്ട് ആ ഒരു സാധനം എല്ലാം ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പ്ലാൻ ചെയ്യുകയാണ്. പറഞ്ഞ പോലെ തന്നെ റിയും ആ ഒരു തീ ഉണ്ടാക്കി പുകയിൽ ഉണ്ടാക്കുകയാണ്. കാറ്റിസും അതിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. കാരണം ചുറ്റും മൈൻസ് ഉമ്മാര് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും നടന്നു വന്നു കഴിഞ്ഞാൽ ആ ഒരു മൈൻസ് പൊട്ടിപ്പോകും. ആ ഒരു പുക കണ്ടിട്ട് അവരെല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ ഒരാളെ മാത്രം ഇവിടെ നിർത്തിയിട്ടാണ് അവർ പോകുന്നത്. ആ സമയം അവിടേക്ക് വേറെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു സാധനം എടുത്ത് രക്ഷപ്പെട്ട് പോകുന്നു. ഇത് കാണുന്ന അവിടെ കാവലിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു പയ്യനും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ഒരു തക്കം നോക്കി നമ്മുടെ കാറ്റിസ് ആവട്ടെ നൈസായിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനം എല്ലാം തന്നെ ഇല്ലാതാക്കുന്നു.
ഈ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് ഡിസ്ട്രിക്ട് 12 പെട്ട കേറ്റോ എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് ആരെയാണ് ഇവിടെ കാവൽ നിർത്തിയത് ആ ഒരു പയ്യനെ തന്നെ അങ്ങ് കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ കാറ്റ്നിസ് റിയോന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ ഇവളുടെ പിന്നാലെ തന്നെ വേറൊരുത്തം വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ കാറ്റ്നിസ് വേഗം തന്നെ അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അമ്പ് വിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവൻ വിട്ട ആ ഒരു ആയുധം നേരെ കുത്തിക്കയറിയിരിക്കുന്നത് നമ്മുടെ റിയോന്റെ ദേഹത്തേക്കായിരുന്നു. ഇത് കാണുന്ന കാറ്റ്നിസ് ഭയങ്കരധികം സങ്കടപ്പെടുന്നുണ്ട്. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മുടെ റിയോ അവിടെ വെച്ച് മരിച്ചു പോകുന്നു. അവസാനമായിട്ട് അവൾക്ക് വേണ്ടി ഒരു പാട്ടെല്ലാം നമ്മുടെ ആ ഒരു കാറ്റ്നിസ് പാടി കൊടുക്കുന്നുണ്ടായിരുന്നു. റിയോ മരിച്ചു ഓർത്ത് അവൾ ഭയങ്കരധികം കരയുന്നുണ്ട്. എന്നിട്ട് കാടിനുള്ളിൽ നിന്നും എവിടെ നിന്നൊക്കെയോ പൂവെല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവൾക്ക് ചുറ്റുമെല്ലാം വെക്കുന്നുണ്ട് നമ്മുടെ കാറ്റ്നിസ്. എന്നിട്ട് സങ്കടത്തോടെ തന്നെ റിയോന്റെ നെറ്റിയിൽ ഒരു ഉമ്മയെല്ലാം വെച്ച് അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. എന്നിട്ട് അവൾ പോകുന്നതിന് മുമ്പായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കൈ കൊണ്ട് ഒരു സിമ്പിൾ കാണിക്കും. ബേസിക്കലി റിയോ ഡിസ്ട്രിക്ട് 11 പെട്ട ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ആ കുട്ടി മരിച്ചു ഓർത്ത് സഹിക്കാൻ പറ്റുന്നില്ല. കാറ്റ്നിസിന്റെ ആ ഒരു സിമ്പിൾ ഒരു പ്രതിഷേധമായിരുന്നു. അത് റിഫ്ലക്ട് ചെയ്തത് നേരെ ഡിസ്ട്രിക്ട് 11 അവരെല്ലാവരും ഭയങ്കരധികം ടെൻഷനായിട്ട് ഡിസ്ട്രിക്ട് 11 എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഒരു പീസ് മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സോൾജേഴ്സ് ഉണ്ടല്ലോ അവരെ എടുത്തിട്ട് കൊടയുക, ഇവരുടെ സപ്ലൈസ് എല്ലാം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരധികം പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞതും വലിയ ഷിപ്പിൽ കുറെ മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഇറങ്ങിയിട്ട് അവരെല്ലാവരും സപ്രസ് ചെയ്യും. ഇത് വലിയൊരു ഇഷ്യൂ ആവുകയാണ്. എല്ലാ ഡിസ്ട്രിക്റ്റും അറിയുന്നു. ഇതിനെല്ലാം കാരണം കാറ്റ്നിസ് ആണ്. അവൾ ഒറ്റൊരുത്തി കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അപ്പോൾ അവളെ കൂടുതൽ നേരെ ഈ ഒരു ഗെയിമിനകത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ആ ഒരു മീശക്കാരൻ തീരുമാനിക്കുന്നു. എന്നാൽ അവിടേക്ക് വരുന്ന നമ്മുടെ ഹേമിച്ച് ഇവനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഹേമിച്ചിനാവട്ടെ സംസാരിച്ച് വീഴ്ത്തുന്ന നല്ല കഴിവുള്ള ഒരുത്തനാണ്. ഇതൊരു TV ഷോ അല്ല, അപ്പോൾ വയലൻസ് മാത്രം ആവണ്ട, കുറച്ച് റൊമാൻസും കുറച്ച് പ്രണയം എല്ലാം കാണിച്ചാൽ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു ഹേമിച്ച് പറയുന്നു. അതായത് നമ്മുടെ കാറ്റസിന്റെയും ആ ഒരു പീറ്റഡ് ആൻഡ് ലവ് മാറ്റർ ആണ് ഇവിടെ പറയുന്നത്. ഇവര് നേരെ ഈ ഒരു കാര്യത്തിനെ പറ്റി പ്രസിഡന്റ് സ്നോയോടും പറയുന്നുണ്ട്. അപ്പോൾ പ്രസിഡന്റ് സ്നോയും എനിക്കിതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിൽ പോലും നീ ഒരു ഡിസ്ട്രിക്റ്റിനെ മാത്രം ഫേവർ ചെയ്യാൻ പാടില്ല, ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യുന്ന പറഞ്ഞ് അവനോട് പറയുന്നു. അതിനെ തുടർന്ന് ഇവനും ഒരു ഗെയിമിനകത്ത് ഒരു റൂൾ ചേഞ്ച് ചെയ്യുകയാണ്. എന്താണെന്നാൽ ഇത്രയും നാളും ഈ ഒരു ഹങ്കർ ഗെയിംസിനകത്ത് ഒരാൾക്ക് മാത്രമാണ് ജയിച്ച് വെളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇനി മുതൽ ഒരേ ഡിസ്ട്രിക്റ്റിൽ നിന്നും 2 പേർക്ക് വിന്നറായിട്ട് വെളിയിലോട്ട് പോകാന്നൊക്കെ പറഞ്ഞ് റൂൾ ചേഞ്ച് ചെയ്യുന്നു. ഇതേക്ക് നമ്മുടെ ഒരു കാറ്റ്നിസ് ആവട്ടെ എങ്ങനെയെങ്കിലും പീറ്റയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവനെ അന്വേഷിച്ച് ഇറങ്ങാൻ പോകുന്നു. എന്നിട്ട് ഒരു പാറയുടെ സൈഡിൽ ഒളിച്ചിരുന്ന നമ്മുടെ പീറ്റയും കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് 2 ഉണ്ടായിരുന്ന കേറ്റോ എന്ന് പറഞ്ഞവനാണ് ഇവന്റെ കാലിൽ ഇഞ്ചുറി ആക്കിയിരിക്കുന്നത്. അതിനെ തുടർന്ന് പീറ്റയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവനിങ്ങനെ കിടക്കുമായിരുന്നു അവിടെ. പീറ്റ പറയുന്നുണ്ട് കാറ്റ്നിസിനോട് പോകാൻ വേണ്ടി. പക്ഷേ കാറ്റ്നിസ് ഇവനെ കൂട്ടിക്കൊണ്ട് ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് പോകുന്നു. അങ്ങനെ 2-3 ദിവസം അവരാരും കാണാതെ ആ ഒരു കേവിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയം കുറച്ച് സ്പോൺസേഴ്സ് മുഖേന നമ്മുടെ ഹേമിച്ച് കുറച്ച് ഫുഡ് എല്ലാം ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും തന്നെ ഇവർ തമ്മിൽ അടുക്കുകയായിരുന്നു. ഈ സമയമായിരുന്നു അവർ വേറൊരു അനൗൺസ്മെന്റ് കൊടുക്കുന്നത്. എന്താണെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ എന്തായാലും അരീനയുടെ സെൻട്രൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു സപ്ലൈസ് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. ഇതേക്കും നമ്മുടെ കാറ്റ്നിസ് ആവട്ടെ ഇവൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവനെ വെക്കാനുള്ള മരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും അത് തന്നെയായിരിക്കും അവിടെ എന്ന് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അവൾ തീരുമാനിക്കുന്നു. പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ പീറ്റ എതിർക്കുകയാണ്. നീ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവൻ ആപത്താണ്, എനിക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പീറ്റ എതിർക്കുന്നു. അപ്പോൾ കാറ്റ്നിസ് നമ്മുടെ പീറ്റയെ കിസ് ചെയ്ത ശേഷം എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പീറ്റ ഇനി ഞാൻ അങ്ങനെ നിന്നെ വിടുന്നതെന്ന് പറഞ്ഞ് വീണ്ടും എതിർക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞത് നമ്മുടെ പീറ്റ ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു തക്കത്തിൽ ഇവൾ വെളിയിലോട്ട് ഇറങ്ങുന്നു. നേരെ പോകുന്നത് ആ ഒരു മെഡിസിൻ എടുക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഓരോ ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ വെച്ചിട്ട് ഓരോരോ ബാഗ് വെച്ചിട്ടുണ്ടാവും. കാറ്റ്നിസും എങ്ങനെയൊക്കെ ഓടിച്ചെന്നിട്ട് ആ ഒരു ബാഗ് അവൾ എടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വരുന്ന ഡിസ്ട്രിക്ട് 2 വരുന്ന ഒരു പെൺകുട്ടി ഇപ്പം നമ്മുടെ കാറ്റ്നിസിനെ അടിച്ചിട്ട് ശേഷം അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ റിയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളെ എങ്ങനെയാണ് കൊന്നത് അതേപോലെ നിന്നെ കൊല്ലാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവള് പറയുന്നു. അപ്പോഴുണ്ട് ട്രഷ് എന്ന് പറയുന്ന വേറൊരു പയ്യൻ വരുന്നുണ്ട്. ഇവൻ ഏതാണെന്നാൽ നമ്മുടെ റിയോയുടെ പോലെ തന്നെ ഡിസ്ട്രിക്ട് 11 നിന്ന് വന്ന വേറൊരു പയ്യനായിരുന്നു. നീയാണോ എന്റെ റിയോനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഇവനായിട്ട് അവളെ എടുത്തിട്ട് അടിച്ച് അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നു. എന്നാൽ കാറ്റ്നിസിനെ അവനൊന്നും ചെയ്യുന്നില്ല. കാരണം റിയോനോട് നല്ല രീതിയിൽ പെരുമാറിയത് കാറ്റ്നിസ് മാത്രമായിരുന്നു. റിയോന് വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു ട്രഷ് അവിടെ നിന്ന് അവന്റെ സാധനം എടുത്തിട്ട് പോകുന്നു. എങ്ങനെയൊക്കെ കാറ്റ്നിസും ആ ഒരു മരുന്നെല്ലാം എടുത്തിട്ട് നമ്മുടെ ആ ഒരു പീറ്ററ്റ് എടുത്ത് വെച്ച് മരുന്നെല്ലാം അവന് കൊടുക്കുന്നു. അപ്പോൾ പീറ്റയും ഇവളുടെ നെറ്റിയുടെ ഭാഗത്തൊരു മുറിവുണ്ടാവും. സോ ആ ഒരു മുറിവിലും ആ ഒരു മരുന്ന് അവൻ വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ വല്ലാത്തൊരു റൊമാൻറ്റിക്കൽ മൂഡിലുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുക. ഇത് കാണുന്ന എല്ലാവരും അങ്ങ് മതിമറന്നിരിക്കുക. കാരണം വയലൻസ് കണ്ട് ശീലിച്ചിട്ട് ഇതിങ്ങനെ റൊമാൻസ് കണ്ടപ്പോഴേ അവർക്കങ്ങ് പറ്റുന്നില്ല. ഇതെല്ലാം ഡിസ്ട്രിക്ട് 12 നമ്മുടെ ആ ഒരു ഇവനും കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ഗെയിലും പുള്ളിക്ക് ആൾറെഡി ഈ പറയുന്ന നമ്മുടെ കാറ്റ്നിസിന് ഇഷ്ടമായിരുന്നല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഒരു മുറിവുമില്ല. കാരണം ആ ഒരു മരുന്നിട്ടതിനെ തുടർന്ന് ആ ഒരു മുറിവ് ഉള്ളത് പോലും ഇല്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് അന്വേഷിക്കാൻ വേണ്ടി ഇവർ കാട്ടിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഇവരിങ്ങനെ ഭക്ഷണം അന്വേഷിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ഒരു കാനന്റെ സൗണ്ട് കേൾക്കുന്നത്. അതായത് ഡും എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇതേക്ക് നമ്മുടെ കാറ്റ്നിസ് ആവട്ടെ ഇനി പീറ്റെങ്ങാനും ആണോ എന്ന് പറഞ്ഞ് ഓടി തെറിച്ച് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പീറ്റയും നമ്മുടെ കാറ്റ്നിസിനെ അന്വേഷിച്ച് തിരിച്ചും വരുന്നുണ്ട്. എന്നാൽ പീറ്റ ആയിരുന്നില്ല മരിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഏതൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പഴം കഴിച്ചിട്ടാണ് മരിച്ചു പോയിരിക്കുന്നത്. അത് ഒരു തരത്തിലുള്ള ഒരു വിഷമുള്ള ഒരു പഴമായിരുന്നു. അപ്പോൾ കാറ്റ്നിസും അവളുടെ കയ്യിൽ നിന്നും ആ ഒരു പഴത്തിന്റെ കുറച്ചു ഭാഗം അവൾ എടുത്തു വെക്കുന്നു. ഒരു തരത്തിലുള്ള ഒരു പ്രിക്കോഷന് വേണ്ടി അവൾ എടുത്തു വെക്കുകയാണ്. ഇതേസമയം അപ്പുറത്ത് ഒരു തരത്തിലുള്ള ഒരു മൃഗത്തിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്ന ഒരു മീശക്കാരനും നേരെ അതിനെ അങ്ങ് ഇറക്കി വിടും, നമുക്ക് എന്ത് നടക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങേര് പറയുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ഥലത്തിലേക്ക് ഇവർ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ഈ പറയുന്ന മൃഗത്തിനെ അങ്ങ് ഇറക്കി വിടുന്നു. ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭയങ്കരധികം ഓടുകയാണ്. ഇവർ ഓടും തോറും തന്നെ ഇതുപോലെ തന്നെ വേറെ 2 കൂടെ അവർ ഇറക്കി വിടുന്നു. ഓടും തോറും തന്നെ ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സാധനം. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവർ നേരെ ആ ഒരു അറീനയുടെ സെന്ററിലേക്ക് വന്നിരിക്കുകയാണ്. അത് ആ ഒരു സപ്ലൈസ് എല്ലാം
എല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തിലേക്ക്. എന്നിട്ട് ഇവർ രണ്ടുപേരും അതിന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. അവന്റെ മുകളിൽ കയറിയ സമയത്താണ് മനസ്സിലാവുന്നത് അവിടെ നമ്മുടെ കേറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വന്നവൻ നേരെ നമ്മുടെ പീറ്റയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നീ ഷൂട്ട് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും ഷൂട്ട് ചെയ്യും, അപ്പൊ നീ ജയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കാറ്റോ പറയുന്നു. എന്നാൽ നമ്മുടെ കാറ്റസ് ആവട്ടെ നേരെ നമ്മുടെ കേറ്റോനെ മാത്രം ഷൂട്ട് ചെയ്ത് അവനെ നേരെ താഴെ കിടക്കുന്ന ആ ഒരു മൃഗത്തിന്റെ നടുവിലേക്ക് ഇടുന്നു. ആ മൃഗങ്ങളും ഇവനെ കടിച്ചു കീറി മെല്ലെ മെല്ലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വേദനയിൽ അവൻ കിടക്കുന്ന സമയത്ത് കാറ്റസ് നേരെ ഒരു അമ്പ് വിട്ടിട്ട് അവൻ ഒരടിയായിട്ട് അവൻ കൊല്ലുന്നു. അങ്ങനെ രാവിലെ ആവുകയാണ്. ഇപ്പൊ ആരും തന്നെ ജീവനോടില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകണം എന്നൊരു ആഗ്രഹത്തിൽ ഇവരിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇരുത്തി വരുന്ന പോലെ അടുത്തൊരു കാര്യം പറയുന്നത്. ഈ അവസാന നിമിഷം ഒരു റൂൾ അങ്ങ് ചേഞ്ച് ചെയ്യിക്കണം. എന്താണെന്നാൽ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഇന്ന പോലെ ഒരേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 പേർക്ക് ഇതിൽ നിന്ന് വെളിയിലായിട്ട് വിന്നറായിട്ട് പോകാൻ പറ്റുമെന്ന്. ഇപ്പൊ ആ ഒരു റൂളിനെ മാറ്റിയിട്ട് ഒരാൾക്ക് മാത്രമേ വെളിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ മാറ്റുന്നു. ഇത് കേട്ടത് നമ്മുടെ പീറ്റി ആവട്ടെ കാറ്റ്നിസ് നീ പോക്കോ ഞാനിവിടെ ചത്തോളം എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നു. പക്ഷേ അറിയാലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലത്തില്ല. അപ്പൊ നമ്മുടെ കാറ്റ്നിസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ മുമ്പേ എടുത്ത ആ ഒരു വിഷമുള്ള ഒരു ബെറീസ് ഉണ്ടല്ലോ അത് രണ്ടുപേരും കയ്യിലോട്ട് അങ്ങ് എടുക്കുന്നു. കാര്യം മനസ്സിലായല്ലോ, ഒരേ സമയം രണ്ടുപേരും അങ്ങ് ജീവൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുന്ന അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടെ നിന്ന് മരിക്കാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് ഇതൊരു ലൈവ് TV ഷോ ആണ്, അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ സ്പോൺസേഴ്സ് അവർക്ക് ഈ ഒരു ഗെയിമിലുള്ള ഒരു വിശ്വാസം എല്ലാം നഷ്ടപ്പെടും. അപ്പൊ അവസാനം വേറെ ഒരു വഴിയും ഇല്ലാതെ നമ്മുടെ ആ ഒരു കാറ്റ്നിസ് പ്ലേറ്റ് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങ് വിന്നേഴ്സ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടുന്ന് സേഫ് ആയിട്ട് വെളിയിലോട്ടും കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മുടെ മീശക്കാരനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിനെ ഒരു റൂമിലോട്ടും കയറ്റുന്നു. നോക്കുമ്പോൾ അവിടെ ആരുമില്ല. തിരിച്ച് ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു ഡോർ ലോക്കുമാണ്. ശരി, എന്താണ് അപ്പൊ ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ബൗളിലായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു വിഷമുള്ള ആ ഒരു ബെറീസ് ആണ് ഇരിക്കുന്നത്. അതായത് ഗെയിമിന്റെ റൂൾസും മാറ്റി ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു ഹങ്കർ ഗെയിംസ് കണ്ടക്ട് ചെയ്തതിനെ തുടർന്ന് പ്രസിഡന്റ് സ്നോവിന് ദേഷ്യം വന്നിട്ട് ഇവരെ അങ്ങ് കൊല്ലാൻ പോവുകയാണ്. അപ്പൊ ഈ നടന്ന സംഭവത്തിന്റെ ആ ഒരു സീരിയസ്നെസ് എല്ലാം നമ്മുടെ ഹേമിച്ച് ഇവർ രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാറ്റ്നിസ് നിനക്ക് പീറ്റ് ഭയങ്കരധികം ഇഷ്ടമാണ്, അവനില്ലാതെ നിന്നെ കൊണ്ട് ജീവിക്കാനേ പറ്റത്തില്ല, അവന് വേണ്ടിയാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നായിരിക്കണം നീ എവിടെ പോയാലും പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു ഹേമിച്ച് കാറ്റ്നിസിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഹേമിച്ച് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂവിലും ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം പ്രസിഡന്റ് സ്നോ ഈവൻ നമ്മുടെ ആ ഒരു കാറ്റ്നിസിനെ വിന്നറായിട്ട് അനൗൺസ് ചെയ്തിട്ട് ക്രൗൺ എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ കിട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ആ ഒരു ട്രെയിൻ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കൊണ്ടുവന്നത് അതേപോലെ തന്നെ തിരിച്ച് അവരുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിലോട്ട് കൊണ്ടുപോകുന്നു. ഡിസ്ട്രിക്ട് 12 ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ തന്നെ വെൽക്കം ചെയ്യുന്നു. കാറ്റ്നിസിന്റെ അമ്മയുണ്ട്, ഗെയിലുണ്ട്, ഗെയിലിന്റെ പൊക്കത്തായിട്ട് പ്രിം ഇരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടത് നമ്മുടെ കാറ്റ്നിസിന് ഭയങ്കരധികം സന്തോഷം വരികയാണ്. ഇതെല്ലാം തന്നെ സ്ക്രീനിലൂടെ നമ്മുടെ ആ ഒരു പ്രസിഡന്റ് സ്നോയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങേരും എന്തോ ഇവിടെ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങേരുടെ ഈ ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പാർട്ടുകൾ ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുള്ളൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.